ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തന്നെ കൃഷും അതുപോലെ മഹിയും കൂടി സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കൺമണി തന്നെയാണ് എൻ്റെ ഭാര്യ, അതിനി യാതൊരു കാര്യവും ആരും പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ അതനുസരിക്കില്ല എന്നും മഹിയോടായിട്ട് കൃഷ് പറയുന്നു കേട്ടോ. പക്ഷേ അവളുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞതാണ് വരുണായിട്ട്. അവന് ഒരു മനുഷ്യനായിട്ട് ആരെയും കൂട്ടിയിട്ടുണ്ടോടാ എന്ന് പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ കൃഷ് കൺമണിയെ വിളിക്കുന്ന സമയത്ത് കൺമണിക്ക് ഒട്ടും തന്നെ വയ്യ. സാർ എവിടെയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് തീരെ വയ്യ, എനിക്ക് പനിയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. ഒരു കാര്യം ചെയ്യും കൺമണി, വാതിൽ തുറക്കെന്ന് പറയുന്നു കേട്ടോ. വാതിൽ തുറക്കുമ്പോഴത്തേനും കൃഷ് ആദ്യത്തെ പോലെ തന്നെ വീണ്ടും കൺമണിയുടെ വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുക കേട്ടോ. കൺമണിക്ക് പനിയാണെന്ന് അറിഞ്ഞപ്പോൾ കൃഷ്ണന് വീട്ടിൽ നിൽക്കാൻ കഴിഞ്ഞില്ല. അവൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അതിന് വേണ്ടിയിട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ അവർ രാത്രി തന്നെ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ അവിടെ കാണിക്കുന്നുണ്ട്. അങ്ങനെ പനിക്കും നല്ല ആർക്കും തന്നെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ എന്നെ കൃഷ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു കേട്ടോ. ആ സമയത്താണ് വരുണ് കൺമണിയും അതുപോലെ തന്നെ കൃഷിനെയും കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ അവനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് അവിടെ വാശി പിടിക്കുകയാട്ടോ ചെയ്യുന്നത്. അവനെ നീ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴത്തേനും അച്ഛൻ വന്ന് തടുക്കുന്നുണ്ട്. എന്താണ് നീ ഈ പറയുന്നത് ചോദിക്കുന്നുണ്ട്. കൃഷി ഇവിടെ തന്നെ ഉണ്ടച്ചാ, അവനെ ഞാൻ കണ്ടു എന്ന് ഉറക്കെ വിളിച്ച് പറയാട്ടോ. വരുണ്, നീ എനിക്ക് പൊട്ടപ്രാന്തൊന്നും പറയാൻ നിൽക്കേണ്ട, അവൻ ഇവിടെ ഒന്നും ഇല്ല എന്ന് പറയുന്നു. അങ്ങനെ വരുണിനെ തടഞ്ഞു നിൽക്കുന്ന സമയത്താണ് കൃഷ് കൺമണിയെ ഡോക്ടറെ കാണിച്ചിട്ട് തിരിച്ചു വരുന്നത്. അപ്പോഴത്തേനും ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന വരുണിനെ കാണുമ്പോൾ ഇവർക്ക് അത്ഭുതപ്പെട്ട് ഇവർ നോക്കുന്നു കേട്ടോ, കൃഷും കൺമണിയും. കാരണം ഇവരെ കണ്ടിട്ട് തന്നെയാണ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം വരുണാണെങ്കിൽ കൃഷിനെ കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ രാത്രി കൃഷി ഈ ഹോസ്പിറ്റലിൽ വരില്ല എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നല്ലൊരു എപ്പിസോഡിൻ്റെ പ്രമോ വിശേഷം കഴിയുന്നത്. എന്തായാലും നാളത്തെ നല്ല കിടിലൻ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം.